നമുക്കിന്നൊരു ചാമ്പയ്ക്ക അച്ചാറിട്ടാലോ? എനിക്കിതാ നല്ല വലിയ ചാമ്പയ്ക്ക ഉണ്ടോ കിട്ടിയത്. നമ്മൾ എടുത്ത ചാമ്പയ്ക്കയുടെ പകുതി അളവിൽ വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഇനി നമുക്ക് ചാമ്പയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഉപ്പ് പരത്തി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ചധികം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കൂടാനും നല്ല തിക്കാവാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇതാ എല്ലാത്തിനും കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ അച്ചാർ പൊടി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പതിയൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൊറുക്ക് ഒഴിച്ച് കൊടുക്കാം. ചൊറുക്ക് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അധികം തിളപ്പിക്കാനൊന്നും നിൽക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.